നാളെ ഹോംവർക്ക് വെച്ചില്ലല്ലോ. ബാക്കിലിട്ടറിയുന്ന മുതുകിലിട്ട് ബോള്. ഇവിടെ വഴിയില്ല. തത്തക്കൂടുണ്ട്, പക്ഷെ ഇവരുടെ തത്ത പറന്നു പോയി കഴിഞ്ഞു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിൽക്കുന്ന ഒരു വ്ളോഗാട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ മുമ്പത്തെ ഒരു വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചേട്ടനെ ആക്കാൻ പോകുന്ന വ്ളോഗ്. അതെ, അന്നാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇവിടെ വന്നത്. ഇപ്പം പക്ഷേ അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഉണ്ട്, കസിൻസ് എല്ലാവരും ഉണ്ട്. ഈ വീട്ടിലെ രണ്ടുപേര് മാത്രം ഒഴിച്ചു, കാരണം അച്ചുചേട്ടനും ആർച്ചയും ഇപ്പം നല്ലതായിട്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അവർ ജർമ്മനി പോയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്, അമ്മ വീട്ടുകാർ ഫുൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നത്. കാരണം കൊച്ചിയിൽ ഞങ്ങൾ ആർച്ചയും അച്ചുചേട്ടനും ഞാനും വിച്ചു ഞങ്ങളെല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഈ ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹരിതാപവും പച്ചപ്പും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ അവിടുത്തെ പോലെ ആ ഒരു ടൗൺ ഏരിയയിലുള്ള ഒരു വീടൊന്നുമില്ല. ഇത് നല്ല എന്താ പറയുക, നല്ലൊരു ഗ്രാമപ്രദേശത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാണ് ഞങ്ങൾ കൊച്ചിലത്തെ ഓർമ്മകൾ അയവിറക്കാനായിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പം ഞങ്ങൾ ദൂരത്തോട്ട് പോകാൻ പോകാം കേട്ടോ. ഇവിടെ ഒരു പാടമൊക്കെ ഉള്ള സ്ഥലമുണ്ട്. വീട്ടിൽ പറഞ്ഞിട്ടില്ല പാടത്ത് പോകുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി കാണിച്ച ചെറിയൊരു ഏരിയയൊക്കെ. അപ്പോൾ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ കൊച്ചിലെ ഞങ്ങൾ എവിടെയൊക്കെ പോകുന്ന വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പച്ചപ്പും ഈ ഹരിതാപം. ഈ വീടിൻ്റെ ചുറ്റും ഞാൻ കാണിച്ചത് ഇവിടെ തത്തക്കൂടുണ്ട്, പക്ഷെ ഇവരുടെ തത്ത പറന്നു പോയി ഗൈസ്, പറന്നു പോയി. പിന്നെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇച്ചിരി പിരിവിരുത്താണ്. ഇവനെ ചെറുപ്പത്തിലേ കൊണ്ടുവന്നേ, ഇപ്പം ഇവന് ഇത്രയും വലുതായി കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ, വേറൊരു സ്ഥലമുണ്ട്. നമ്മൾ താഴത്തോട്ട് ഇറങ്ങി, അപ്പൊ അടിപൊളി പ്ലേസ് ആണ്. കൊച്ചിനെ നമ്മൾ പോയതല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആർച്ച കൊണ്ടുപോയത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ മിസ് ചെയ്യുന്നത് അവര് രണ്ടുപേരെയാണ്. അയ്യോ, ഇവിടെ വഴിയില്ല, ഇവിടെ വഴി അടച്ചിരിക്കുക. ഇതിലെ ഇങ്ങനെ കയറി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇതിലാണ് നമ്മൾ ആ മേളിലോട്ട് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇല്ലേ, ഇപ്പൊ മതിലൊക്കെ അടച്ചു. അങ്ങനെയായിരുന്നു ഗൈസ്, മറന്നുപോയി. അഞ്ഞയോട് നമുക്ക് ചോദിക്കാം, ഒന്ന് പോസ് ചെയ്തേക്ക്, ചോദിച്ചിട്ട് ഓടി വരാം. ഇപ്പോ അഞ്ഞ പറഞ്ഞ് ഗേറ്റ് എവിടെ ഉണ്ട്, ഇച്ചിരി കൂടെ കയറി. ഞങ്ങൾ പണ്ട് വന്ന കേട്ടോ ഈ വഴിയൊക്കെ. ഒരു കാര്യം പറയട്ടെ, ഇവക്കൊന്നും അറിയത്തൊന്നുമില്ല. ഞങ്ങൾ പണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുമെങ്കിലും ഒക്കെ ഇല്ലേ, നമ്മൾ ഇങ്ങോട്ടൊന്നും അധികം ആർച്ച ഉണ്ടായിരുന്ന സമയത്ത് നമ്മളൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ ഈ പരിപാടി നിർത്തിയത്, ഈ കറങ്ങാൻ പോക്കൊക്കെ. ടാൻ കൊള്ളുന്നുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്നാണ് അയ്യ പറയുന്നത്. ഗേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. മേളോട്ട് പോകുമ്പോ അങ്ങ് റോഡൊക്കെ കേട്ടോ നടക്കാനായിട്ട് ഒത്തിരി ഉണ്ട്. ഈ വീട് ഓർക്കുന്നുണ്ടോ? പൂച്ചക്കുഞ്ഞുങ്ങളാണ്. പൂച്ചക്കുഞ്ഞിനെ വേണമെന്ന് അതിയായ മോഹം. ഇതിന്റെ മേളിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്, പക്ഷെ അമ്മ സമ്മതിച്ചില്ല. ഇവിടുന്ന് അമ്മ വരെ കൊണ്ടുചെല്ല. കുഞ്ഞായിരുന്നു പൂച്ച. നമ്മള് സ്റ്റാറ്റസ് ചേർക്കുന്നുണ്ടോ? ഇനി ഞങ്ങള് മറ്റേ ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും വരാം കേട്ടോ. കട്ട് ചെയ്തേക്കും. നമ്മൾ താഴെ പോകാൻ പോണതാ. കൊച്ച്, വേറൊരു കൊച്ച്. അന്നൊന്നും ഇത്രയും പേര് ഈ പിള്ളേരൊന്നും ഇല്ല. പിള്ളേർ സെറ്റൊക്കെ അതൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല. ഇവരുടെയൊക്കെ അമ്മ അന്ന് ഞങ്ങളുടെ കൂടെയൊക്കെ വരുമായിരുന്നു ഗൈസ്. ഇപ്പോൾ അവൾ കിച്ചൺ ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് നമ്മൾ പിള്ളേരെ ഏറ്റെടുക്കേണ്ടി വന്നു. ഇവർ രണ്ടുപേരെയും വീട്ടിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം. പറഞ്ഞു കൊണ്ടുപോകാം, കുഞ്ഞിനെ വെയിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല അധികം. അപ്പം നമുക്ക് വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ആ വഴി കയറാം. അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറകുവശം എത്തി. എല്ലാവരും വരുന്നുണ്ട് ഓരോരുത്തരായിട്ട്. ഇനി നമ്മൾ അടുക്കള വശത്തൂടെ കയറി ചെല്ലുവാണെങ്കിൽ നല്ലൊരു വിശേഷം കാണാവേ. എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. അവിടെ ഉച്ചക്കത്തെ ഫുഡ് പ്രിപ്പറേഷനാണ്. ഡക്കുണ്ട്, ബീഫുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇപ്പം കാണിച്ചു തരാം. ചിച്ചപ്പേ ഹായ് പറയൂ. ഹായ്. ഇവിടെ ലഞ്ച് പ്രിപ്പറേഷൻ. അവിടെ
എന്തോ ഉണ്ടാക്കുന്ന ബീഫ് ഒലത്താമോള്. നീ ഇവിടെ ചുമ്മാ ഇരിക്കണോ? രാവിലെ കഴിഞ്ഞു. അവളാണ് ഡക്ക് ഉണ്ടാക്കിയത് മപ്പാസ്. അങ്ങനെ ഇവിടെ ഫുള്ള് ബിസിയാണ് അടുക്കള. ഞാൻ ചിക്കൻ വറക്കാൻ വേണ്ടി വെളുത്തുള്ളി ഇതാണ് നമ്മുടെ വീട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എപ്പോഴും വരുന്നത്. അപ്പൊ ഇവിടെ ഫുള്ള് നമ്മള് ഓടി. ഇവിടെ നമ്മള് ഇവിടെ ഇതൊരു പറമ്പായിരുന്നു കേട്ടോ. ഇവിടെ നമ്മള് മറ്റേ അതിന് പറയുന്നത് എന്തായിരുന്നടി, മറ്റേ ബാക്കിലിട്ടെറിയുന്ന മുതുകിലിട്ട് ബോള് സെവൻ പീസ് കളിക്കായിരുന്നു. അതുപോലെ തന്നെ ഒരു ഏറുപന്ത് ഗെയിംസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി പിള്ളേരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആരുമില്ല. എല്ലാവർക്കും അബ്രോഡ് സ്റ്റഡീസിന് പോകണം. അങ്ങനെ എല്ലാവരും പല പല സ്ഥലത്ത് നഴ്സിങ്ങും അതിനും ഇതിനൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ. നമുക്ക് നമ്മുടെ റൂട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് സൗണ്ട് ഞാൻ മിണ്ടായിരിക്കും. നിങ്ങൾ സൗണ്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് കേട്ടാ പുഴ ഒഴുകുന്ന. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വഴി വന്നുകൊണ്ടിരുന്നത് സൈക്കിളിലാണ്. ആർച്ചയുടെ നമ്മുടെ വീട്ടിലാകെ 2 സൈക്കിളുള്ളൂ. ഒന്ന് ആർച്ചയുടെ, ഒന്ന് അച്ചുചേട്ടൻ്റെ. പക്ഷെ ഞങ്ങൾ 3 പെമ്പിള്ളേരാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത്. ഇവളുടെ അമ്മയും അച്ചുചേട്ടനും ഒന്നും അങ്ങനെ വരാറില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ഒരു സൈക്കിൾ എക്സ്ട്രാ വേണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആരുടെയോ വീട്ടിൽ നിന്നാണ് നമ്മൾ മേടിച്ച് ഇങ്ങനെ പോകുന്നത് കേട്ടോ. പണ്ടൊക്കെ സൈക്കിൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ ദൂരം ഇത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെന്ന് അറിയാം. അന്ന് ഫോണും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം വലുതാവും തോറും നമുക്ക് എന്തോ ചെറുതായിരുന്നാൽ മതി. നമ്മൾ കൊച്ചിൽ നമ്മൾ ഓർക്കും, പക്ഷെ എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയായിരുന്നു, നമുക്കൊന്ന് പഠിത്തമൊക്കെ കഴിയുമല്ലോ, അപ്പം പഠിക്കണ്ട, അപ്പം ഒന്നും ചെയ്യണ്ട, അതായിരിക്കും നല്ലതെന്ന് നമ്മൾ തിങ്ക് ചെയ്തു. പക്ഷെ ഇപ്പോഴാണ് ആ റിയാലിറ്റി നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിൽ. വലുതാവണ്ടായിരുന്നു. കൊച്ചിലൊന്നും നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ ഇല്ല, ഒരു ട്രോമ ഇല്ല. നമ്മുടെ ചിന്ത, നമുക്ക് ടെൻഷൻ വരുന്ന അയ്യോ നാളെ ഹോംവർക്ക് വെച്ചില്ലല്ലോ, നമുക്ക് റബ്ബർ കാണാതെ പോയി, അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ കൊച്ചിലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊക്കെ ആണോ? നിങ്ങളുടെ പലരുടെയും വീടിൻ്റെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നത്തില്ലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീടൊരു ടൗൺ ഏരിയയിലാണ്. വെറും 5 സെൻറ്റിൽ ഉള്ള ഒരു ഏരിയ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോലും അവിടെ ഇതൊന്നുമില്ല. ഇങ്ങനെയൊന്നുമേ അല്ല ഞങ്ങളുടെ അവിടെ. ഫുൾ എന്താ പറയുക, ടൗൺ ഏരിയ. ചാറവറ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ പോകുന്ന ഒരു പാടം എത്തി. നമ്മൾ നടന്നത് പാടം എത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വലിയ ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ പാടം എത്തിയിട്ട് ഇത് താഴെ കിടന്നൊരു മാങ്ങയൊക്കെ കിട്ടി. ഇതാ വീട് കണ്ടോ? ഇതൊക്കെ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ പാടം എത്തി ഗൈസ്. നമ്മുടെ കൊച്ചിലത്തെ പാടം നമുക്ക് എത്തി ഗൈസ്. നമ്മളിതേ ആ നടുക്കൊക്കെ പോയി ഇരിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. എന്തൊരു ബ്യൂട്ടിയാണ് ഗൈസ്. ഇതാ നിറയെ മീനുണ്ട് കേട്ടോ, വേണ്ട. അപ്പോ നിറയെ മീനും എല്ലാം നമ്മൾ കണ്ടതാ. ഈ വീട്ടുകാർക്കൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്നത് കേട്ടോ. ഇവിടെ ഇപ്പൊ ഫുള്ള് ഇപ്പം എന്താ കൃഷി, മറ്റേ പടവലങ്ങ അതുണ്ടോ, പടവലങ്ങ കൃഷിയാണ് ഇവിടെ. അതുകൊണ്ടായിരിക്കാം മേ ബി നമുക്ക് നല്ലൊരു വ്യൂ, പണ്ടത്തെ കൊച്ചിലത്തെ അത്ര ഒരു വ്യൂ നമുക്ക് കിട്ടിയില്ല. എന്നാലും സാരമില്ല, നമ്മളൊന്ന് വന്ന് കണ്ടല്ലോ. നമ്മൾ ഇപ്പം തിരിച്ചു പോവുക കേട്ടോ. മിസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ. നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കും നമ്മുടെ ചൈൽഡ്ഹുഡ് കളർഫുള്ളാക്കി, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വൈബ്രൻ്റ് ആക്കി ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അതിൽ ഒന്നാണ് ഞങ്ങൾക്ക് ഈ ചങ്ങനാശ്ശേരിയും ഈ പ്ലേസും. നമുക്ക് ഫുഡ് കഴിക്കാം. അവിടെ ഫുൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അടുക്കള വിശേഷങ്ങൾ കാണാം. ഈ ഒലത്തിയത്
ചിക്കൻ ഫ്രൈ ഉണ്ട്. ഇവിടെ ചക്കക്കുരു മെഴുക്കുവരട്ടി, മൈ ഫേവറേറ്റ് കേട്ടോ, മാമ്പഴ പുളിശ്ശേരി. ഓ ഇത് കൂർക്ക മെഴുക്കുവരട്ടി കേട്ടോ. ചീരത്തോരൻ, ഇതിന്റെ അടിയിൽ പിന്നെ ഡക്ക്. പിന്നെ നമുക്ക് നല്ല സൂപ്പർ ചക്കപ്പുഴുക്കും കൂടെ ഉണ്ട് കേട്ടോ. അതെ, ചങ്ങനാശ്ശേരി മാത്രം കിട്ടുന്ന ചക്ക. ഇവിടെ ചക്ക ഏത് ടൈം നോക്കിയാലും ഇവർക്ക് ചക്ക കാണും ഇവിടെ. അങ്ങനെ നല്ല സ്വസ്ഥമായിട്ട് കഴിച്ചിട്ട് ഇനി ഒരു ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിട്ട് വരാൻ ഗൈസ്. ചങ്ങനാശ്ശേരി അണ്ടിൽ ദ നെക്സ്റ്റ് ടൈം. നമ്മളിപ്പോൾ നിൽക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചങ്ങനാശ്ശേരിയിലുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇത് ഇത്തിത്താനത്തിന് ഇച്ചിരി കൂടെ നീങ്ങി ഉള്ള ഒരു പ്ലേസ് ആണ്. ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കളമ്പാട്ടുച്ചിറ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടില്ലേ, എന്തൊരു ബ്യൂട്ടിയാണ്. ഈ ഒരു 5 മണി 5:30 ഈ ഒരു ടൈമിൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെയാണ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.